ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ജാസ്മിയുടെ 9ാം മാസത്തിന് നമ്മൾ കാണാൻ പോകുന്നൊരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാനും പോകുന്നുണ്ട്. എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഞാനും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അപ്പച്ച ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മേക്കപ്പും അതുപോലെ തന്നെ ഡ്രസ്സ് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റും പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സമയം 2:15 ആയിട്ടുണ്ട് കേട്ടോ. അവർ 2 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുള്ള ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അവളെ കാണും. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഞാൻ ദേ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മുടി സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അമ്മയാണ് ചെയ്ത് തന്നത്. എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടും കാര്യമായി കാരണം അമ്മ പറഞ്ഞു ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ എനിക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് തന്നു കേട്ടോ ആദ്യം തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ഓടിപ്പോയത് മുഖം കഴുകാൻ വേണ്ടിയിട്ടോ കേട്ടോ. മുടിയിൽ ആദ്യം മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഹെയർ സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാമെന്ന് വെച്ചാൽ അതിനാണ് ഓടിപ്പോയത്. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം കുടിക്കുന്നത് ഇടയ്ക്ക് ദാഹിക്കും, അപ്പോൾ ഞാൻ വെള്ളം കുടിക്കും. അപ്പോൾ മേക്കപ്പ്, പ്രത്യേകിച്ച് മേക്കപ്പ് എന്ന് പറയാൻ മാത്രമൊന്നും ഞാൻ അധികം ചെയ്യണമെന്നില്ല. എന്നാലും ചെറിയൊരു ഇതാണല്ലോ, അവളെ കാണാൻ പോണതല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുങ്ങി പോവാം എന്ന് വെച്ചിട്ട് ഞാൻ വലിയ മേക്കപ്പ് ഒന്നുമില്ല കേട്ടോ, കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ എടുത്ത് വരണത് ഞാൻ മേക്കപ്പ് സാധനങ്ങൾ ആ സമയത്തൊന്നും ഞാൻ ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അപ്പോൾ വേഗം പോയിട്ട് എടുത്തിട്ട് ആണ് ഞാൻ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ആ നേരത്തേക്ക് ഓരോന്നായിട്ട് പോയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടോണർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റേ ലോഷൻ, അങ്ങനെ എന്തോ ബോഡി ലോഷനും കാര്യങ്ങളൊക്കെ തേച്ചങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴുത്തിലും അതുപോലെ തന്നെ മുഖത്തും എല്ലാം തേച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞു പിന്നെ ഞാൻ എന്തൊട്ട് അന്വേഷിക്കുന്നത് ഫൗണ്ടേഷനാണ് കേട്ടോ. അങ്ങനെ മേക്കപ്പൊക്കെ ഇങ്ങനെ അത്യാവശ്യം നല്ല ഒരു മേക്കപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ. കുഴപ്പമില്ലാത്ത മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല മഴയല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ചാറുന്നുണ്ട്. ഇന്ന് കാലത്തൊട്ട് തന്നെ ചെറിയൊരു മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞാൻ വിചാരിച്ചു മഴ ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് പോണ നേരത്തൊന്നും മഴയൊന്നും പെയ്തില്ല. അതുവരെ മഴ ചെറുതായിട്ട് തൂളലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പോണ നേരത്തേക്കൊന്നും മഴ പെയ്തില്ല. പോയി തിരിച്ച് വരണ വരെ മഴയൊന്നും പെയ്തില്ല കേട്ടോ. പിന്നെ അപ്പോഴേക്കും അമ്മയുടെ ഷോള് ഞാൻ കുത്താൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക്. എന്തിനാ ഷോള് വൺ സൈഡ് അല്ലെങ്കിൽ എങ്ങനെ ഇടണ്ടേന്ന് ഒരു പിടുത്തല്ലേ. അപ്പോൾ ഷോളത്തിരി ലെങ്ത് ഉള്ള കാരണം ഞാനപ്പോൾ ഒന്ന് മറ്റേ ഞൊറിട്ടിട്ട് പിന്നെ കുത്തി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേരുടെ അടുത്ത്. മേക്കപ്പ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ മേക്കപ്പിൻ്റെ ഇടയിൽ ശരിക്കും ഇതിനേക്കാളും ഇത് സ്പീഡിലാണ് കൊടുത്തിട്ടുള്ളത്. എന്താ പറയുക, ഈ ഒരു സ്പീഡിൽ തന്നെയായിരുന്നു ഞാൻ മേക്കപ്പും ചെയ്യേണ്ടായിരുന്നത് കേട്ടോ. അധികം നേരം ഉണ്ടായിരുന്നില്ല. 2 മണി 2:15 കൂടി ഇറങ്ങുമെന്നാണ് അപ്പച്ചൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ തലേദിവസം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴും ഇറങ്ങണ ടൈം പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോൾ എനിക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇങ്ങനെ കുത്തിയിരിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1 മണി ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞാൻ വേഗം വെള്ളമൊക്കെ വെച്ച് വെള്ളം ചൂടാക്കാണ്ട് കുളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വെള്ളമൊക്കെ ചൂടാക്കി സംഭവങ്ങളൊക്കെ റെഡിയാക്കി കുളിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു 1:30 ആകുമ്പോഴേക്കും മുടി സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് നിന്നു. മുടി സ്ട്രെയിറ്റ് ചെയ്യാണ്ടപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇപ്പം ഈ സമയത്ത് ചെയ്യാൻ നിൽക്കണ്ട, ഞാൻ ചെയ്തുതരാം. എനിക്ക് എല്ലാം കൂടി പറ്റുന്നില്ല എനിക്ക്. ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് തീരെ പറ്റാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു അമ്മ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യം ഞാൻ ചെയ്തത് മറ്റേ മുടി സ്ട്രെയിറ്റ് ചെയ്യാന്നുള്ളതാട്ടോ. അപ്പോൾ മുടി സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വൃത്തിക്ക് നിൽക്കൂല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഈ പറയണ പോലെ ഒന്നുമല്ല, വൃത്തിക്കൊന്നും നിൽക്കില്ല. എന്നാലും കുഴപ്പമില്ലാണ്ട് നിൽക്കും കേട്ടോ. പിന്നെ മേക്കപ്പ് അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, മസ്കാര ഇടുന്നുണ്ട്, കണ്ണെഴുതി കൊടുത്തു, പിന്നെ അതിന് മുന്നായിട്ട് ഐ ഷാഡോ ഇട്ട് കൊടുത്തു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് മേക്കപ്പ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് പിന്നെ എപ്പോഴും മസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം മറ്റേ ഡാസ്ലറിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡിലൊരു ലിപ്സ്റ്റിക്കാണ് ആദ്യം ഇട്ട് കൊടുത്തത് കേട്ടോ.
അതിട്ട് കൊടുത്തപ്പോൾ ഇത്തിരി ഭയങ്കര എന്താ പറയുക ഒരു ഡാർക്ക് മുഖത്തിനൊരു ഇത് കിട്ടുന്നില്ല കേട്ടോ. എന്താ പറയുക ഒരു ഇത് കിട്ടുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ മറ്റേ ലാക്മിയുടെ ഒരു മറ്റേ റെഡ് ലിപ്സ്റ്റിക്കും കൂടിയും രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ മേക്കപ്പൊക്കെ ഏകദേശം ഒരു ഇത് ആയപ്പോൾ ഞാൻ വെച്ചു വേഗം. അപ്പോൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു കേട്ടോ, അപ്പച്ചൻ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിയിട്ടാന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം മേക്കപ്പ് അപ്പോൾ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 2:30-2:45 കൂടിയിട്ട് അപ്പച്ചനും അമ്മയും പിന്നെ ചേച്ചിയുടെ പിള്ളേരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. വീട്ടിലേക്ക് പോവാം, അവളുടെ വീട്ടിൽ പോവാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരം ഇല്ല അവളുടെ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. ചേച്ചിയുടെ കുട്ടിയുണ്ട്, പിന്നെ അപ്പച്ചനും അമ്മയും പിന്നെ എൻ്റെ അമ്മയും ഒരുത്തി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ അതിൻ്റെ വന്ന വഴിക്ക് ഉറക്കത്തിലായ കാരണം ചെറിയ ഇടച്ചിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന വഴിക്ക് അവൾക്ക് മിഠായിയും കാര്യങ്ങളൊക്കെ കൊടുത്തു, ഒന്ന് സെറ്റാക്കി കൊടുത്തു. എന്നിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവളുടെ അമ്മയില്ലാത്ത കാരണേ ചെറിയൊരു എന്താ പറയുക കിണുക്കുണ്ടായിരുന്നു കുട്ടിക്ക്. ദേ ഈ ഇരിക്കുന്ന കുട്ടിയാണ് കേട്ടോ, ഇവളാണ് കിണുക്കക്കാരി. അങ്ങനെ ഒരു 3 മണി ആയിട്ടില്ല, അതിന് മുന്നേ 2:45 ആകുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 3 മണി ആയിട്ടുണ്ടോയെന്നറിയില്ല, 3 മണി കഴിഞ്ഞു എന്ന് തോന്നുന്നു എത്തുമ്പോൾ അവളുടെ വീട്ടിലെത്തുമ്പോൾ. അത് ഇങ്ങനെ എരനല്ലൂരാണ് അവളുടെ വീട്. എൻ്റെ വീട് തലക്കോട്ടുകര, അവളുടെ വീട് എരനല്ലൂർ കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരമില്ല, ഏകദേശം ഒരു 10 മിനിറ്റ്, കൂടെ പോയി 10 മിനിറ്റ് അത്രേ ഉള്ളൂ കേട്ടോ അവളുടെ വീട്ടിലേക്ക്. പിന്നെ ഈ കുണ്ടും കുഴിയൊക്കെ കഴിഞ്ഞ് മെല്ലെ മെല്ലെ പോകുമ്പോൾ ഇത്തിരി ദൂരം ഉണ്ടെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അവളുടെ വീട്ടിലെത്തിയതേ നേരെ കാണുന്നതാണ് കേട്ടോ അവളുടെ വീട്. അങ്ങനെ ഞാൻ നേരെ അവളുടെ വീട്ടിലെത്തി. ഞാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്നതാണ്, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ കാണുന്നതാണ് അവളുടെ വീട്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ അവളുടെ അപ്പച്ചൻ വരണത് അവളുടെ അപ്പച്ചനാണ് കേട്ടോ. ഹായൊക്കെ പറയുന്നുണ്ട് ആളുടെ അടുത്ത്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ആളിങ്ങോട്ട് വന്നു, അപ്പച്ചൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പം ഞാനും പിള്ളേരും പിന്നെ അതുപോലെ തന്നെ അമ്മയും അപ്പച്ചനും എല്ലാവരും ഉണ്ട്. ചേച്ചി പിന്നാലെ വേറെ വണ്ടിയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വണ്ടിയിൽ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് ചേച്ചിയും പിന്നെ 2 കുട്ടികളും കൂടി ഉണ്ട്, 4 പിള്ളേരാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയും പിള്ളേരും ആ ഒരു വണ്ടിയിൽ വരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വീട്ടിലേക്ക് കയറാണ് കേട്ടോ. കൂടെ 3ാമത്തെ കുട്ടിയുണ്ട്, അവളെൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. അവൾ ചെറിയൊരു കിണുക്കുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഒരു ഇതുണ്ട്. അങ്ങനെ അവളുടെ വീട്ടിലെത്തിയിട്ട് നേരെ കയറുകയാണ്. അപ്പോൾ അവിടെ അവളുടെ പാപ്പനും അതുപോലെ തന്നെ മേമ്മയും വല്യപ്പൻ എല്ലാവരും ഉണ്ടായിരുന്നു. അതാ നിൽക്കുന്നതാണ് കേട്ടോ ജാസ്മി ഞാൻ ഈ വീഡിയോയിൽ കുറേ പ്രാവശ്യമായി പറയുന്നു. അപ്പോൾ അവളാണ് കേട്ടോ ജാസ്മി. അപ്പോൾ ഞങ്ങൾ കയറി വന്നപ്പോൾ അവർ ജ്യൂസ് തന്നു കേട്ടോ. മേമയാണത് അവളുടെ. മേമ ജ്യൂസ് തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് ഇരിക്കുകയാണ് കേട്ടോ. ചേച്ചിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഓരോ വിശേഷവും കാര്യങ്ങളും. ഇപ്പോൾ ഞാനും പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുകയല്ലേ, അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ജാസ്മി ആരാണെന്നൊരു ഡൗട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ജാസ്മി ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ മീൻസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ, ആളുടെ വൈഫാണ് ജാസ്മി എന്ന് പറയണത്. എൻ്റെ ചേട്ടത്തിയാരായിട്ട് വരും. എൻ്റെ ചേട്ടനും അവളുടെ ചേട്ടനും ട്വിൻസാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ പ്രാർത്ഥന എത്തിച്ച് കേക്ക് കട്ട് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ ചെറിയൊരു ഫംഗ്ഷനായിട്ട് അവരിവിടെ വെച്ചിട്ടുണ്ട്, കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം കുരിശ് വരച്ച് പ്രാർത്ഥന എത്തിച്ചിട്ടാണ് പിന്നെയാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യണത് കേട്ടോ. ആശ്വാസം ചെയ്യണമേ, ഞങ്ങൾ ആർക്കെങ്കിലും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മനുഷ്യരുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം.
അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ദേ നേരെ ഫോട്ടോ സെക്ഷനിലേക്കാണ് എടുത്തത്. ഫാമിലി ഫോട്ടോ, അതുപോലെ തന്നെ ഞങ്ങൾ 3 പേരായിട്ടുള്ള ഫോട്ടോ. ഇപ്പം എന്തൊരു ഫംഗ്ഷൻ വന്നാലും ഫോട്ടോ ഞങ്ങൾക്ക് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവർക്ക് മസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് ഫോട്ടോ മസ്റ്റാണ്. ഏത് മൂലയ്ക്ക് പോയിരുന്നിട്ട് ഞാൻ ഫോട്ടോസും കാര്യങ്ങളും. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഫുള്ള് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോഴേക്കും ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ എന്താ ചില്ലി ഗോപിയാന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് കറക്റ്റ് പറഞ്ഞുതരാൻ അറിയില്ല. പിന്നെ സാലഡും പിന്നെ തണ്ണിമത്തനും ഉണ്ടായിരുന്നു കേട്ടോ ഫുഡടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 4:45 കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ദേ ഞാനും ചേച്ചിയും അമ്മയും ബാക്കിലിരിക്കുന്നത്, അപ്പച്ചൻ ഫ്രണ്ടിലിരിക്കുന്നു. ഒരു 15 മിനിറ്റോട് കൂടിയിട്ട് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ, എൻ്റെ വീട്ടിലെത്തി. അങ്ങനെ ദേ ഞങ്ങൾ വീട്ടിലേക്ക് കയറാണ് കേട്ടോ. കയറ്. അങ്ങനെ വീട്ടിലേക്കൊക്കെ കയറി എല്ലാവരും കൂടിയിട്ട് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു. കുറേ നേരം വർത്താനം പറഞ്ഞിട്ടാട്ടോ പിന്നെ അവർ പോയത്. അമ്മാമ്മയും അമ്മയും പിന്നെ നല്ല വർത്താനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോയിട്ടോ. അങ്ങനെ ഒരു ഏകദേശം ഒരു 5:30 ആ ഒരു ടൈമോട് കൂടിയിട്ട് അവർ ഇറങ്ങിയിട്ടോ. അവരിനി നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ ബായ് പറയാൻ പോകട്ടെ. എല്ലാവർക്കും ഞാൻ ബായൊക്കെ കൊടുത്ത്, ചേച്ചിക്കും അപ്പച്ചനും അമ്മയ്ക്കും പിന്നെ പിള്ളേർക്കും എല്ലാവർക്കും ബായ് കൊടുത്ത് അങ്ങനെ ഒരു നമ്മുടെ 9ാം മാസത്തെ അവളെ കാണാൻ പോകുന്ന ആ ഒരു വീഡിയോ പറയുമ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. നമ്മൾ പോയി ഇതേ വന്നു. അപ്പോൾ അപ്പച്ചനും അമ്മയും ചേച്ചിയും എല്ലാവരും പോയിട്ടോ. അവരെന്നെ കൊണ്ടുവന്നാക്കി. ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല കേട്ടോ. മഴയൊന്നും പെയ്യാണ്ട് ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതിപ്പോൾ വീട്ടിലെത്തി. ഒരു 4:45 കൂട്ടി ഇറങ്ങി കേട്ടോ. 4:45 5 മണിയാകുമ്പോഴേക്കും ഞങ്ങളിവിടെ എത്തി. പോയ വഴിയല്ല തിരിച്ചു വന്നത് വേറെ വഴിക്കൂടെ. കാരണം പോയ വഴിക്ക് കുണ്ടും കുഴിയുള്ള വഴിയായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ വേറെ വഴിക്കൂടെ വന്നത്. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ ഉഷാറായി അടിപൊളിയായിട്ട് നടന്നു. കുഴപ്പമൊന്നും ഇല്ലാണ്ട് നടന്നു. അപ്പോൾ നമ്മുടെ അവളെ കാണാൻ പോകുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര ഉള്ളൂ കേട്ടോ. കഴിഞ്ഞു, ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ബൈ.